20 News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. എഞ്ചിനീയറിംഗ് മെയിൻ ബ്രാഞ്ചുകളിലെല്ലാം ഇനി മുതൽ AI നിർബന്ധം. CUET PG ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. പരീക്ഷ മാർച്ച് 13 മുതൽ. നീറ്റ് UG സമിതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കും. കേന്ദ്രം സുപ്രീം കോടതിയിൽ. USET 2025 അഡ്മിറ്റ് കാർഡുകളിൽ തിരുത്തലുകൾ വരുത്താൻ ജനുവരി 9 വരെ സമയം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് മനുഷ്യപ്രയത്നത്തെ ഏതൊക്കെ രീതിയിൽ ലഘൂകരിക്കുമെന്ന് സാങ്കേതിക വിദഗ്ധർ അനുദിനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മെയിൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലും ഒരു സബ്ജക്ട് നിർബന്ധമായി പഠിപ്പിക്കണമെന്ന ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉത്തരവ് പുറത്തിറക്കി. എല്ലാ മേഖലയിലും AI സ്വാധീനം കൂടി വരുന്ന ഈ കാലത്ത് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള വിദഗ്ധരും ഉണ്ടാവണമെന്ന ദീർഘവീക്ഷണത്തോടെയുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ ഈ തീരുമാനം ഇന്ത്യയൊട്ടാകെയുള്ള എല്ലാ കമ്പനികളും സ്വാഗതം ചെയ്യും. 2028 തന്നെ എല്ലാ കോളേജുകളിലും ഇതിനാവശ്യമായ സിലബസ് പരിഷ്കരണമാണ് AICTE ഉദ്ദേശിക്കുന്നത്. 2025 CUET പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ PG സീറ്റുകൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ എക്സാമുകൾ മാർച്ച് 13 മുതൽ 31 വരെ ആയിരിക്കും. ഇതിനു വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് exams.nta.ac.in/CUET-PG എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 1 ആണ്. വിദേശ രാജ്യങ്ങളിലെ 27 സെന്ററുകൾ ഉൾപ്പെടെ 312 സീറ്റുകളിലായി 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട 7 അംഗ സമിതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. റിപ്പോർട്ടിലേക്ക്. നീറ്റുമായി ബന്ധപ്പെട്ട് 7 അംഗ സമിതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുമെന്നും അത് ഏതൊക്കെയാണെന്ന് അറിയിക്കുന്നതിന് 6 മാസത്തെ സമയം അനുവദിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യാഴാഴ്ച സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അവധിക്കാല ബെഞ്ചിന് മുൻപ് ഏപ്രിലിൽ തന്നെ കൃത്യമായ വിവരം കോടതി മുൻപാകെ സമർപ്പിക്കണമെന്നാണ് ഇതിനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ 2025 ഏതൊക്കെ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയുമില്ല. പരീക്ഷ മുഴുവൻ ഓൺലൈൻ മോഡിലേക്ക് മാറുന്നതിനാവശ്യമായ സമയമില്ല എന്ന അനുമാനത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ചോദ്യപേപ്പർ തയ്യാറാക്കുകയും പരീക്ഷയുടെ അന്നു തന്നെ ഓരോ കുട്ടിയുടെയും രജിസ്റ്റർ നമ്പർ എൻക്രിപ്റ്റ് ചെയ്ത ചോദ്യപേപ്പറും OMRഉം എക്സാം ഹാളിൽ തന്നെ പ്രിന്റ് എടുക്കുകയും ചെയ്യുക. OMR പരീക്ഷ കഴിയുമ്പോൾ തന്നെ എക്സാം ഹാളിൽ നിന്ന് സ്കാൻ ചെയ്ത് അയക്കുക എന്ന നിർദ്ദേശങ്ങളായിരിക്കും നടപ്പിലാക്കുക എന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും കുട്ടികളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് മുൻതൂക്കം നൽകുക, 2 ദിവസത്തിനകം പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുക എന്ന നടപടികളിലേക്ക് ഇപ്പോൾ NTA കടക്കുന്നു. USET 2025 പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ uset.iitb.ac.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. അഡ്മിറ്റ് കാർഡിലെ കാറ്റഗറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ തിരുത്തുവാൻ ജനുവരി 9 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഡിസൈനിങ് മേഖലയിലെ IIT-കളിലടക്കം പ്രവേശനം ലഭിക്കുവാനുള്ള USET എൻട്രൻസ് എക്സാം ജനുവരി 19 രാവിലെ 9 മുതൽ 12 വരെയാണ് നടക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.